വെൽക്കം ടു ഡേ 1 പാരീസ്. സോ എഗെയിൻ ഞാൻ പാരീസിൽ എത്തിയിട്ടുണ്ട്. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒട്ടും പ്ലാൻ ചെയ്യാണ്ട് പെട്ടെന്ന് എടുത്ത ഡിസിഷനിൽ പോകുന്നൊരു ട്രാവൽ വ്ളോഗാണ്. ഞാൻ എഗെയിൻ പാരീസിലേക്ക് പോവാണ്. അപ്പോൾ തലേ ദിവസം ഞാൻ റൂം ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. മാഞ്ചസ്റ്ററിൽ 1 വീക്ക് പോയി വന്നതിന് ശേഷം റൂം പാക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് ഇങ്ങനൊരു ഡിസിഷൻ എടുത്തത്. അപ്പോൾ ഒരു സഡൻ അൺപ്ലാൻ ട്രിപ്പാണ്. അപ്പോൾ ഞാൻ പാക്കിങ്ങൊക്കെ ഇവിടെ നിർത്തിയിട്ട് വേഗം പാരീസ് ട്രിപ്പിലേക്കുള്ള പാക്കിംഗ് എന്തൊക്കെയോ ചെയ്ത് ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ. 1 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഗാറ്റ്വിക്ക് എയർപോർട്ടിൽ നിന്നാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ പെട്ടെന്ന് പാരീസിലേക്ക് പോകണമെന്നൊക്കെ വ്ളോഗിൽ പറയുന്നുണ്ട്. പിന്നെ പാരീസ് ഇവിടുന്ന് ലണ്ടനിന് അടുത്താണ് കേട്ടോ ആക്ച്വലി. അതുകൊണ്ടാണ് പാരീസ് ചൂസ് ചെയ്തത്. ഇതെൻ്റെ സെക്കൻഡ് വട്ടാണ് ഞാൻ പാരീസിലേക്ക് പോകുന്നത്. ഞാൻ ഫസ്റ്റ് പോയത് ജാനിലാണ്, വിൻ്റർ ടൈമിലാണ്. സോ ബേസിക്കലി ഇപ്പോൾ സമ്മറിലാണ് ഞാൻ പോകുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു സഡൻ ട്രിപ്പ് എന്ന് ചോദിച്ചാൽ, ഞാൻ കുറച്ച് ബിസി ആയിരുന്നു, കുറച്ച് സ്ട്രെസ്ഡ് ആയിരുന്നു. ഭയങ്കര കണ്ടിന്യൂസ് ആയിട്ട് ഹെക്ടിക് ഷെഡ്യൂളായിരുന്നു എൻ്റേത്. മാഞ്ചസ്റ്ററിൽ വർക്കിന് പോയി, പിന്നെ റൂം ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും ആൻഡ് എൻ്റെ ജോബിൻ്റെ കുറച്ച് സ്ട്രെസ് ആൻഡ് ഒരുപാട് സംഭവങ്ങൾ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് കേട്ടോ. ഇത് കൂടാതെ കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നൊരു വ്ളോഗ് വേറെ എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാത്തിൽ നിന്നും ഒരു ബ്രേക്ക് വേണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ട് പോകാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ ഡ്യൂട്ടി ഫ്രീന്ന് കണ്ടിട്ട് ഒരു സാധനമൊക്കെ വാങ്ങിച്ചു, പിന്നെ കുറച്ച് ഡ്രിങ്കൊക്കെ വാങ്ങിച്ചു. പിന്നെ ഒറ്റയ്ക്ക് പോകുന്നതുകൊണ്ട് തന്നെ നല്ല ബോറടി ഉണ്ടായിരുന്നു. ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് ഒരു ഐഡിയ ഇല്ല, നമ്മൾ ലേറ്റായി. സോ രാത്രിയായി. ഇവിടുന്ന് ട്രെയിൻ നോക്കിയിട്ട് പോകണം. നോക്കാം, എക്സ്പീരിയൻസ് അല്ല. ട്രെയിൻ ഡിലേ ആയിട്ടോ, ഫ്ലൈറ്റ് ഡിലേ ആയ കാരണം ലേറ്റായി ഇവിടെ എത്താൻ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ട്രെയിൻ കണ്ടുപിടിച്ചിട്ട് പോകണം, റൂമിലേക്ക് പോകണം. ഞാൻ ഒളിമ്പിക്സ് കാണാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ ഒളിമ്പിക്സ് കഴിഞ്ഞു, കറക്റ്റ് ഇന്ന് തന്നെ കഴിഞ്ഞു. ഇന്ന് ലാസ്റ്റ് ആയിരുന്നു. ഇന്ന് ലേറ്റ് ആയതുകൊണ്ട് തന്നെ അത് പോയി. സോ ട്രെയിന് ഓക്കെ, അവിടെ നിന്നാണ് ട്രെയിൻ. ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നത് അത്ര ഫണ്ണൊന്നുമല്ല, പക്ഷേ ഒരു എക്സ്പീരിയൻസ് ആവും, നമ്മൾ പഠിക്കണത്. പിന്നെ ഇവിടെ ഉള്ളവർക്കൊന്നും ഇംഗ്ലീഷ് അറിയില്ല, അതൊരു കാര്യമാണ്. നല്ല വിശക്കുന്നുണ്ട്. രാവിലെ ചായ കുടിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. പോയിട്ട് കഴിക്കണം. സോ ഞാൻ ക്യാബ് ബുക്ക് ചെയ്തു, കാരണം വേറെ ഓപ്ഷൻ ഇല്ല. ചില സമയത്ത് നമ്മൾ പൈസ നോക്കാൻ പാടില്ല, എങ്ങനെയും പെട്ടെന്ന് എന്താ നോക്കണം. സോ ഈ ടിക്കറ്റ് നാളെ യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ വെറുതെ ഈ പൈസ പോകുന്നു. അപ്പോൾ ഞാനിപ്പോൾ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട് റൂമിലേക്ക്. കുറച്ച് പൈസയായി, പക്ഷേ കുഴപ്പമില്ല, നമുക്ക് സേഫായിട്ട് എത്താലും. ഇൻഷാല്ലാ ഞാൻ ഈ റൂമിലെത്തിയിട്ട് വരാം കേട്ടോ. ഫോണൊക്കെ എടുത്ത് മാറ്റിട്ടെ. ഫൈനലി ക്യാബ് കിട്ടി. ആക്ച്വലി എനിക്ക് ഫസ്റ്റ് ടൈം പാരീസ് വന്നപ്പോഴും എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെയും ഇങ്ങോട്ടേക്ക് വന്നത് എന്തിനാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഷെങ്കൻ വിസ ട്യൂസ്ഡേ കഴിയും, 2 ദിവസം കൂടെ ഉള്ളൂ. ഇപ്പോൾ വെറുതെ വേസ്റ്റ് ആക്കണ്ടാക്കാണ്. ഓൾറെഡി ഞാൻ സ്പെയിന് ക്യാൻസൽ ചെയ്തു. ഈ വിസയൊക്കെ ടിക്കറ്റ് ഉണ്ടായിരുന്നു, അത് ക്യാൻസൽ ചെയ്തു. അപ്പം അതിൻ്റെ കുറച്ച് വിഷമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് വരുന്നത് നല്ലതല്ലേ, നമുക്ക് ഫ്യൂച്ചറിൽ വേറെ വിസയ്ക്കൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവും. വേസ്റ്റാണ് ഈ വൃത്തിയായിട്ട സ്ഥലത്തേക്ക് തന്നെ പിന്നെയും വന്നത്. എനിക്ക് എപ്പോഴും ഇവിടെ നിന്ന് ബാഡ് എക്സ്പീരിയൻസാണ്. സോ എനിവേസ് ഞാൻ അങ്ങനെ ആർക്കും പാരീസ് സജസ്റ്റ് ചെയ്യും കേട്ടോ. പിന്നെ എനിക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ളത് ഞാൻ വന്നതാണ്. പിന്നെ സോ ഇപ്പം ഞാൻ ഫൈനലി റൂമിലേക്ക് പോവാണ്. ഞാൻ വെറുതെ കുറച്ച് നല്ല ഡ്രസ്സപ്പൊക്കെ ചെയ്ത് വന്നു. ഈ സമയത്താണ് എത്തുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഡിസപ്പോയിൻറ്റഡ്. സോ എനിവേസ് അൽഹംദുലില്ലാ ക്യാബിലുണ്ട്. ഇപ്പോൾ റൂമിലെത്തണം.
അങ്ങനെ ഞാൻ രാത്രി റൂമിലെത്തി, വേഗം തന്നെ ഫുഡൊക്കെ കഴിച്ച് വേഗം കിടന്നുറങ്ങി. നല്ല ടയർഡായിരുന്നു. പിന്നെ പിറ്റേ ദിവസം ഡ്രസ്സപ്പൊക്കെ ചെയ്ത് സമ്മർ വൈബ്സിലൊക്കെ ഇറങ്ങാമെന്ന് വെച്ചാൽ പുറത്തിറങ്ങി കേട്ടോ ഫൈനലി. അപ്പോൾ ഇപ്പോൾ എണീറ്റ് ഇന്നലെ ഇന്നലത്തെ കഥകളൊക്കെ പറഞ്ഞല്ലോ. ലേറ്റായി 1 മണിക്കാണ് ഞാൻ റൂമിൽ എത്തുന്നത്. പെട്ടെന്ന് കിടന്നുറങ്ങി, വേറെ ഒന്നും ഉണ്ടായില്ല. ഫുഡ് കഴിച്ചിട്ട് വേഗം കിടന്നുറങ്ങി. ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സോറിയ. അപ്പോൾ ഇപ്പോൾ ഉച്ചയായി. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും കഴിക്കാൻ പോകണം. കഴിച്ചിട്ട് ജസ്റ്റ് ഈഫിൽ ടവറിൻ്റെ അവിടേക്ക് ഒന്ന് പോയി കാണണം. മുന്നേ പോയതല്ലേ, അപ്പം മെമ്മറീസ് എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ വലിയ മാറ്റമൊന്നുമില്ല. ഞാൻ അന്ന് വിൻ്ററിൽ പോയി, ഇന്ന് സമ്മറിൽ വന്നു. അല്ലാണ്ട് വലിയ മാറ്റമൊന്നുമില്ല പാരീസിന്. ഫസ്റ്റ് തന്നെ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ. അപ്പോൾ ട്രെയിനിൽ നിന്ന് വേഗം വേറെ ഒരു ടിക്കറ്റ് എടുത്തു. കാരണം ഇന്നലെ എടുത്ത ടിക്കറ്റ് പിന്നെ യൂസ് ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. കബാബ് കഴിച്ചു. പിന്നെ ഫസ്റ്റ് നേരെ പോയത് ഈഫിൾ ടവർ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒളിമ്പിക്സ് നടന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ക്യാരറ്റ് കഫേ. അവിടെ പോയിട്ട് ആ ഒരു ക്രെപ്പ് കഴിച്ചു. വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇൻസ്റ്റഗ്രാമിലേക്ക് വേണ്ടി പോയതാണ്. അത് കഴിഞ്ഞ് ലോവഴി മ്യൂസിയത്തിൽ പോയി. ഇതൊക്കെയാണ് ഇവിടുത്തെ പാരീസിലെ മെയിൻ അട്രാക്ഷൻസ്. സത്യം പറഞ്ഞാൽ പാരീസിൽ അങ്ങനെ ഒന്നും മര്യാദയ്ക്ക് കാണാൻ ഇല്ല കേട്ടോ. ജസ്റ്റ് ഒരു 1.5 ദിവസം കൊണ്ട് നമുക്ക് മൊത്തം പാരീസ് കാണാൻ പറ്റും. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ റൂമിലെത്തിയിട്ട് ചിലർ വാർണാപ്പ് എടുത്തിട്ട് കുറേ നേരം വെയിലത്ത് നടന്നിട്ട്, എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഉച്ചപ്പെട്ട് ചെറുതായിട്ട് ഔട്ട്ഫിറ്റൊക്കെ ഒന്ന് സ്റ്റൈൽ ചെയ്തു. ഇപ്പോൾ ഇവിടുത്തെ ലക്ഷറി ബ്രാൻഡ്സ് ഉള്ള ഒരു സ്ട്രീറ്റ് ഒന്ന് അങ്ങോട്ട് പോവാണ്. അവിടെ പോയിട്ട് അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഫുഡൊക്കെ എന്തെങ്കിലും മലയാളി ഫുഡോ അല്ലെങ്കിൽ എന്തെങ്കിലും അറബിക് ഫുഡോ ഉണ്ടോ നോക്കണം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവിടെ നിന്ന് മന്തി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും കിട്ടില്ലെങ്കിൽ അവിടെ തന്നെ പോകും. എന്നിട്ട് നൈറ്റ് ഈഫിൾ ടവറിൻ്റെ വ്യൂ കൂടെ കണ്ടിട്ട് തിരിച്ച് റൂമിൽ വരാനാണ് പ്ലാന്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. പാരീസ് ഇത്രയേ ഉള്ളൂ, ഈഫിൾ ടവർ ഇത്രയേ ഉള്ളൂ. സോ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് ടൈം വന്നപ്പോഴും മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കപ്പിൾസിന് പറ്റിയ ഒരു സിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. റൊമാൻറ്റിക് സിറ്റി. നമ്മൾ അല്ലാണ്ട് വരുമ്പോൾ നമുക്ക് വല്ലാണ്ട് പ്രത്യേകിച്ചായിട്ട് എക്സൈറ്റിംഗ് ആയിട്ടൊന്നും തോന്നുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തോന്നില്ല, ഈ പ്രാവശ്യം വന്നപ്പോൾ തോന്നില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ പാരീസ് ഈഫിൾ ടവറിന് ലണ്ടനിലൊക്കെ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, UK പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 day 1.5 day പ്ലാൻ ചെയ്ത് വരുന്നതായിരിക്കും നല്ലത്. അത്രയൊക്കെ ഉള്ളൂ ആക്ച്വലി. അതുപോലെ ഡിസ്നി വേൾഡോ വേറെ സൗത്ത് ഫ്രാൻസിലേക്കൊക്കെ പോകേണ്ടി വരും. പാരീസ് ഇഷ്ടമുള്ളൂ. ഈവനിങ് ആയപ്പോൾ പിന്നെയും പുറത്തിറങ്ങി വെറുതെ കുറച്ചും കൂടെ സ്ഥലങ്ങളൊക്കെ പോയിട്ട് കാണാം. അതുപോലെ മരിക്ക് ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു ഫുഡ് സ്പോട്ട് കണ്ടുപിടിക്കണം. എനിക്ക് എവിടെ പോയാലും എനിക്ക് സൗത്ത് ഇന്ത്യൻ ഫുഡ് ഇല്ലാണ്ട് പറ്റില്ല കേട്ടോ. എനിക്ക് ഈ ബർഗറും പിസ്സയൊന്നും കഴിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ മെയിൻ ഇൻറ്റൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സൗത്ത് ഇന്ത്യൻ നാടൻ ഫുഡ് എവിടെയാണോ കിട്ടുക അത് പോയിട്ട് കണ്ടുപിടിക്കുക. പിന്നെ പാരീസിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആളെ മീറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയത്. അവിടെ പോയാലും നമുക്ക് ഓരോ ഫ്രണ്ട്സ് ഉണ്ടാവല്ലോ. അപ്പോൾ അതെന്തായാലും ഉപകാരപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ മുനിയണ്ടി വിലാസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കണ്ടുപിടിച്ച് പോയതാണ്. ഫുഡ് കഴിച്ചു വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആക്ച്വലി നല്ല ഫുഡായിരുന്നു കേട്ടോ. പിന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല മരിക്ക്. തലേ ദിവസം തൊട്ട് മര്യാദക്ക് ഫുഡ് കഴിക്കാഞ്ഞിട്ട് വയറിന് ചെറിയ പണി കിട്ടി പിറ്റേ ദിവസം. പക്ഷേ ഈ ഫുഡ് കഴിച്ചിട്ടാണോ വയർ കാലിയായി നിന്നിട്ട് പെട്ടെന്ന് മസാലാസ് കയറിയിട്ടുണ്ടായതാണോ എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷെ അപ്പം കഴിച്ചപ്പോൾ ഫുഡ് അടിപൊളിയായിരുന്നു. Day 2 in പാരീസ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ദോശയിൽ വന്നിരിക്കുകയാണ്. വെജിറ്റേറിയൻ ആയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. ആൻഡ് ഇന്നാണ് നമ്മൾ തിരിച്ച് ലണ്ടനിലേക്ക് പോകും. അപ്പം അധികം സമയം ഉണ്ടാവില്ല. ഫുഡ് കഴിച്ച് കുറച്ച് സ്ഥലങ്ങൾ കണ്ടിട്ട് ആൻഡ് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞാനിപ്പോൾ കുറച്ചായിട്ട് റിയലൈസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ വ്ളോഗ് എടുക്കുന്നതിനും ഈ വീഡിയോസ് ചെയ്യുന്നതിലൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് കുറഞ്ഞിരിക്കുകയാണ്. അതാണ് ഞാൻ ട്രിപ്പ് പോകുമ്പോഴൊന്നും മര്യാദക്ക് വ്ളോഗൊന്നും എടുക്കാതെ. അത് പിന്നെ ഞാൻ എങ്ങനെയൊക്കെയാണ് ഈ പാരീസിൽ 2ാമത് വന്നതാണല്ലോ, അപ്പോൾ കുറച്ചൊക്കെ അറിയാമല്ലോ എന്ന് വെച്ചിട്ടാണ്. പിന്നീട് എനിക്ക് എന്തോ ഇപ്പോൾ പബ്ലിക്കിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉള്ളപ്പോൾ എനിക്ക് ഒട്ടും സംസാരിക്കാൻ തോന്നില്ല ഇങ്ങനെ വീഡിയോ പിടിച്ചിട്ട്. എന്തോ എനിക്ക് കുറച്ച് സോഷ്യൽ ആൻസൈറ്റി ഒക്കെ വന്നിട്ടുണ്ട്. എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങൾ അറിയില്ല. അപ്പോൾ ഇത് ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ്. ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ പറയാൻ, വോയിസ് ഓവർ ചെയ്ത ഈ ഒരു വ്ളോഗ് അതോ നോർമൽ വ്ളോഗ്സ് ആണോ ഇഷ്ടം എന്നൊക്കെ കോമെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് എൻ്റെ Day 2 പാരീസിലെ ഔട്ട്ഫിറ്റ്.
ഇങ്ങനെ നമുക്ക് കുറേ ഔട്ട്ഫിറ്റ്സ് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ, ലഗേജ് ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ഞാൻ കുറച്ച് ചോക്ലേറ്റ്സും സുവനീഴ്സൊക്കെ ഫ്രണ്ട്സിന് വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് എയർപോർട്ടിൽ എത്തിയിട്ട് ഞാൻ തിരിച്ച് പോവുകയാണ്, തിരിച്ച് ലണ്ടനിലോട്ട് പോവുകയാണ്. ഫ്ലൈറ്റ് ഈവനിങ് ആയിരുന്നു, ഫ്ലൈറ്റ് ജസ്റ്റ് 40 മിനിറ്റ്സ് എന്തോ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ.